നമസ്കാരം. ഐടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ സെർവർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ലൈസൻസ് ആക്ടിവേഷൻ കഴിഞ്ഞ് മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ബാക്കപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ബാക്കപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇൻ കേസ് എന്തെങ്കിലും ക്രാഷോ കാര്യങ്ങളോ സെർവറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യുക. ഇത് ഫോർമാറ്റ് ചെയ്യുന്നില്ല ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് വീണ്ടും ഫോർമാറ്റ് ചെയ്ത് ലൈസൻസ് ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ബാക്കപ്പ് ഫയൽ ഉണ്ടായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു സെർവർ ഫോർമാറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് എടുക്കുന്നതിനേക്കാളും അത് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് വരും. അത്ര ടൈം സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡോസിൻ്റെ ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഒരു ഫിസിക്കൽ സെർവർ റിമോട്ടിൽ ആക്സസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വിൻഡോസ് 6 പ്രസ് ചെയ്തിട്ട് MST/SSC എന്ന് പ്രസ് ചെയ്താൽ നമുക്ക് സെയിം കൺസോൾ റിമോട്ട് ഡെസ്ക്ടോപ്പിൻ്റെ കൺസോളും കിട്ടും. അതിനുശേഷം നമ്മൾ ആക്സസ് ചെയ്യേണ്ട സെർവറിൻ്റെ IP അഡ്രസ് അടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് കണക്ട് ചെയ്യുന്നു. പാസ്വേഡ് ഇതിൻ്റെ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ക്രെഡൻഷ്യൽസ് ടൈപ്പ് ചെയ്ത് ആക്സസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളത് ഇവിടെ ആക്സസ് ആയി, സെർവർ ആക്സസ് ചെയ്തു. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും പ്രോപ്പറായിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത് അപ് ടു ഡേറ്റ് ആണ്. ഇത് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഞാനത് അപ്ഡേറ്റിൽ ഇട്ടിരുന്നു. സോ ഇത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിൻഡോസ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് സെർവർ മാനേജർ ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ റൂൾസ് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ വന്ന് ഞാൻ ലോക്കൽ സെർവറിൽ നമുക്ക് എന്തെങ്കിലും സർവീസും കാര്യങ്ങളും ആഡ് ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് സെർവർ മാനേജർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ സെർവർ സെലക്ട് ചെയ്യാം. റൂൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ആഡ് റൂൾസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ്, റൂൾ ബേസ്ഡ് ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഡിഫോൾട്ട് സെലക്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ സെർവർ ഓൺ സെർവറാണ്. നമുക്ക് അതിനുശേഷം നെക്സ്റ്റ്, ഇത് ഇവിടെ വന്നിട്ട് സെർവർ റൂൾസ് ആണ്. സെർവർ റൂൾസ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഫീച്ചേഴ്സാണ് വേണ്ടത്. അപ്പോൾ അടുത്ത തൊട്ട് ഓപ്ഷന് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് വരും വിൻഡോസ് സെർവർ ബാക്കപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സെയിം കൺസോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സർവീസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ പ്രോഗ്രസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ടൂൾസ് വരിക. അതിനുശേഷം വിൻഡോസ് സെർവർ ബാക്കപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റിലായിട്ട് എനേബിൾ ചെയ്ത സർവീസാണ്. അപ്പോൾ അതിന് നമ്മൾ ലോക്കൽ ബാക്കപ്പ് സെർവർ സെലക്ട് ചെയ്യുക. ലോക്കൽ ബാക്കപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കപ്പിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ബാക്കപ്പ് ഷെഡ്യൂൾഡ് ബാക്കപ്പ് എടുക്കാൻ പറ്റും. നമ്മൾ ഒരു സമയം കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ സമയത്ത് അല്ലെങ്കിൽ ഒരു ഡേറ്റിൽ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇന്ന ടൈമിൽ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡേയ്സിൽ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ബാക്കപ്പ് ഷെഡ്യൂളാണ്. വൺസ് ബാക്കപ്പാണ് ഉദ്ദേശിച്ചാൽ ഓൺ ടൈം നമുക്കിപ്പോൾ മാത്രം എടുക്കുക. അതല്ല ഷെഡ്യൂളാണ് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, നമ്മൾ ബാക്കപ്പ് വൺസ് എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ബാക്കപ്പ് വൺസ് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഷെഡ്യൂൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഷെഡ്യൂൾ എനേബിൾ അല്ലാത്തത്. സോ നമ്മൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ഡിഫറെൻറ്റ് ഓപ്ഷൻസിൽ പോകുന്നു. അതിനുശേഷം നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെർവർ ഇത്രയും ബാക്കപ്പ്, അതായത് ഈ സെർവറിന് ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 36.11 GB ഫയൽ സൈസ് ഉണ്ട്. സോ അത് ടോട്ടൽ സെർവറിൻ്റെ ബാക്കപ്പാണ്. ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് ടോട്ടൽ സെർവർ ബാക്കപ്പാണ്. അതല്ല ഒരു പർട്ടിക്കുലർ ഫോൾഡറും കാര്യങ്ങളൊക്കെ മതിയെന്നുണ്ടെങ്കിൽ, അതേമാതിരി ഡ്രൈവ് കാര്യങ്ങളൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഫുൾ ബാക്കപ്പാണ്. ഈ ഫുൾ സെർവർ ബാക്കപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഈ സെർവറിൽ കുറേ സർവീസും കാര്യങ്ങളും എല്ലാം എനിക്ക് എനേബിൾ ചെയ്യാനോ അതുപോലെ തന്നെ കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക, കുറേ ചേഞ്ചസ് വരുത്താനോ, വിൻഡോസിൻ്റെ പാച്ച് ഫയൽ കുറച്ച് ചേഞ്ചസ് വരുത്താനൊക്കെ ഉണ്ട്. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും ക്രാഷ് ആയി കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ സെർവർ ബാക്കപ്പ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. എവിടേക്കാണ് ഡെസ്റ്റിനേഷൻ ചോദിക്കേണ്ടത്, എവിടേക്കാണ് എനിക്ക് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെയിം ഡ്രൈവിൽ, അതായത് സെയിം സെർവറിൽ ഏതെങ്കിലും അഡീഷണൽ ഡ്രൈവ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിയിൽ പോകുന്നുണ്ട്. സിയിൽ ഡി ഡ്രൈവ് ഉണ്ട് നമുക്ക്. അപ്പോൾ ബാക്കപ്പ് ഇവിടെ കോപ്പി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സ്ട്രാ അഡീഷണൽ ഡ്രൈവിൽ ഞാൻ സെയിം സെർവറിൽ അഡീഷണൽ ഡ്രൈവിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സെർവർ ബാക്കപ്പ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫോൾഡറിലോട്ടാണ് നമ്മൾ ബാക്കപ്പ് എടുക്കാൻ പോകുന്നത്. ഡെസ്റ്റിനേഷനിൽ കാണിച്ചു, അതായത് ലോക്കൽ ഡ്രൈവ് കാണിച്ചു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. അതിനുശേഷം നമ്മൾ ലോക്കൽ ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. ലോക്കൽ ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ ചോദിക്കുന്നുണ്ട്. ബാക്കപ്പ് ഡെസ്റ്റിനേഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ഡ്രൈവിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഡി ഡ്രൈവിൽ സെലക്ട് ചെയ്യുന്നു. അത് 3.81 TB അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ ഡി ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. ഡി ഡ്രൈവ് സെലക്ട് ചെയ്യുന്നിട്ട് നമ്മളടുത്ത് ഇത് ബേസിക്കലി നിങ്ങളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് ഉണ്ട്, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലോട്ട് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ഇത് സെയിം സെർവറിലോട്ട് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ അടുത്തൊരു എറർ മെസ്സേജ് വരും. അതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പറയുകയാണ് ഈ ഒരു സെർവർ ബാക്കപ്പ് കംപ്ലീറ്റ് സെർവർ ബാക്കപ്പ് എടുക്കുമ്പോൾ ഡി ഡ്രൈവും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് ഇൻക്ലൂഡഡ് അല്ല എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഡി ഡ്രൈവ് ഇല്ലാതെ വിൻഡോസിൻ്റെ സി ഡ്രൈവ് മാത്രം ബാക്കപ്പ് എടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ ഉദ്ദേശിച്ചത് ഡി ഡ്രൈവിൻ്റെ ബാക്കപ്പ് വേണ്ട, നമ്മൾ വിൻഡോസിൻ്റെ ബാക്കപ്പ്, അതായത് സി ഡ്രൈവ് മാത്രമേ നമ്മൾ ബാക്കപ്പ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസ് ഓക്കെ.
ഓക്കെ. ദെൻ അടുത്തൊരു മെസ്സേജ് വരുന്നത് വെച്ചാൽ സെയിം ഓപ്ഷൻ തന്നെ പറയുന്നത് നമ്മൾ എപ്പോഴും ബാക്കപ്പ് എടുക്കുമ്പോൾ എക്സ്റ്റേണൽ ഡ്രൈവിലോട്ട് ആണ് ബാക്കപ്പ് എടുക്കേണ്ടത്. ഒന്നല്ലെങ്കിൽ USB അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അതിലോട്ട് വേണം നമ്മളതിന് ബാക്കപ്പ് എടുക്കേണ്ടത്. ചോദിക്കുന്നത് ആർ യു ഷുവർ വാണ്ട് ടു സ്റ്റോർ ദി ബാക്കപ്പ് ഇൻ ദി സെയിം ഹാർഡ് ഡ്രൈവ് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ അത് സേവ് ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ ബാക്കപ്പിന് ഞാൻ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലോട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഉണ്ട് അതിലോട്ടോ നമ്മൾ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത്രയും സിസ്റ്റം ഇത് വിൻഡോസിൻ്റെ ടോട്ടലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് സി ഡ്രൈവ് വരുന്നുണ്ട്, സിസ്റ്റം സ്റ്റേറ്റ് വരുന്നുണ്ട്, അതായത് ഇപ്പോൾ DNS കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ഡൊമൈനിലാണെന്നുണ്ടെങ്കിൽ ഡൊമൈൻ കാര്യങ്ങളും ആക്റ്റീവ് ഡയറക്ടറി കാര്യങ്ങളെല്ലാം ബാക്കപ്പ് ഇതിൽ വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്കപ്പ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് കുറച്ച് സമയം എടുക്കും. അതിന് ശേഷമാണ് നമുക്ക് ബാക്കപ്പ് പ്രോപ്പർ ആയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻ കേസ് ഇത് റീസ്റ്റോർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഈ സെയിം ഫയൽ നമുക്ക് ഉപയോഗിച്ചിട്ട് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റഡ് ആയി. ഇപ്പോൾ 15.63 GB ആണ് നമ്മളിതിനോട് ബാക്കപ്പ് വന്നിട്ടുള്ളത്. സി ഡ്രൈവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ഫെയിലറോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റീസ്റ്റോർ ചെയ്യാം. റീസ്റ്റോർ റീസ്റ്റോർ മെത്തേഡ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. കാരണം അത് റീസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ സേഫ് മോഡിലൊക്കെ കയറിയിട്ട് വേണം ഇതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്യണം. ഇൻ കേസ് ഈ സെർവറിന് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വരാൻ റീസ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം ആയിട്ട് ഇതെങ്ങനെ റീസ്റ്റോർ ചെയ്യുന്നത് ഞാൻ കാണിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കൊന്ന് നോക്കാം, റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്ച്വലി ഞാൻ ഈ ഫോൾഡർ സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ബാക്കപ്പ് ഇവിടെ വന്നിട്ടുള്ളത്, അതിൻ്റെ ഔട്ട് സൈഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് പ്രോപ്പർട്ടി എടുത്ത് നോക്കാം, അതിൻ്റെ സൈസ് വരുന്നത് 16 GB കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ബാക്കപ്പും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് വേണ്ട സർവീസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി എന്താണോ ഈ സർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ സർവറിൽ നമുക്കൊരു 2-3 വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സർവീസും കാര്യങ്ങളൊക്കെ ഈ സർവറിലാക്കണം. അതിനുശേഷം വേറൊരു സർവർ നമുക്ക് ഫിസിക്കൽ സർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഡൊമൈനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ടോട്ടൽ ബാക്കപ്പ് നമ്മളെടുത്തു, അത് ഓൺ ടൈം ബാക്കപ്പാണ് എടുത്തത്. ഇനിയിപ്പോൾ ഇൻ കേസ് എനിക്ക് ഷെഡ്യൂൾഡ് ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ തൊട്ട് മുകളിൽ ഓപ്ഷൻ ഉണ്ട്, ബാക്കപ്പ് ഷെഡ്യൂൾഡ് ബാക്കപ്പ് എടുക്കുക, സെലക്ട് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് വരും ഫുൾ ബാക്കപ്പ് വേണോ അതോ കസ്റ്റമൈസ്ഡ് വേണോ എന്നുള്ളത്. ഓക്കെ, കസ്റ്റം ബാക്കപ്പ് എടുക്കുന്നുള്ളൂ, അതിനുവേണ്ടി നമ്മൾ കസ്റ്റം സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഫയൽസ് കാണിച്ചു കൊടുക്കും. ഫയൽസ് ഫോൾഡർ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, അതുപോലെ തന്നെ നിങ്ങൾ അഡ്വാൻസ് സെറ്റിങ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VSS സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻസ് കാണാം. അതായത് VSS ഫുൾ ബാക്കപ്പ് പറഞ്ഞാൽ നമുക്ക് വിൻഡോസ് ഉപയോഗിച്ചിട്ട് ബാക്കപ്പ് ചെയ്യാനുള്ളതാണ്. അതല്ല വിൻഡോസിൻ്റെ കോപ്പിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പോൾ VM അതുപോലത്തെ തേർഡ് പാർട്ടി റിക്കവറി സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഈ സെയിം ഫയൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ഓപ്ഷൻ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഫയൽസിൻ്റെ ബാക്കപ്പും കാര്യങ്ങളും മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഏത് ഫയലാണ് വേണ്ടത് വെച്ചാൽ അതിന് ബാക്കപ്പ് ആ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ച് ടൈം ഇവിടെ ഷെഡ്യൂൾ കാണിക്കുകയാണ്. വൺസ് എ ഡേ, അതായത് ദിവസത്തിൽ ഒരു തവണ മതിയോ എന്നുള്ള ചോദിക്കുന്നത്. നമ്മൾ ഒരു ദിവസത്തിൽ 1 ടൈം മതി, അതല്ല ദിവസത്തിൽ 2 തവണ. അത് വെച്ചാൽ ഏതെങ്കിലും ബാങ്ക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ റൺ ചെയ്യുന്ന സെർവർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഫോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ബാക്കപ്പ് എടുക്കുക. പറ്റുന്ന ഒരു ഡെയിലി 2 ടൈംസോ 3 ടൈംസോ ബാക്കപ്പ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇന്ന ടൈം ഇന്ന് വേണം എന്നിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മോർ ദാൻ വൺസ് ഡേ എന്നുള്ളത് നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ചൂസ് ചെയ്യാം. ഡെയിലി ഇപ്പോൾ ഫൈനാൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് 2-3 തവണ ബാക്കപ്പ് എടുക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് എന്തെങ്കിലും ട്രാൻസാക്ഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. 1 ഡേ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മളിന്ന് വൈകിട്ട് 5 മണിയാകുന്ന സമയത്ത് ബാക്കപ്പ് എടുത്തോട്ടെ എന്ന് കാണിച്ചിട്ട് ബാക്കപ്പിന് ടൈം കൊടുക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിയാകുമ്പോൾ അതിന് ബാക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മളടുത്ത് ചോദിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ബാക്ക് സേവ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. 3 ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലോട്ട് ബാക്കപ്പ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ പറഞ്ഞാൽ നമുക്ക് സെയിം ഡ്രൈവിലോട്ട് സെയിം സെർവറിലെ ഡ്രൈവിലോട്ട് ബാക്കപ്പ് ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഷെയർഡ് ഫോൾഡേഴ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് നിങ്ങളുടെ ഓഫീസിൽ സാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സാനോ നാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇത് കാണിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ, ടു ഷെയർഡ് ഫോൾഡേഴ്സ് എന്ന് കാണിക്കുമ്പോൾ ഷെയർഡ് ഫോൾഡേഴ്സ് നമ്മൾ എനേബിൾ ആക്കിയിട്ടില്ല. സ്റ്റോറേജ് നിന്ന് നമുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പാത്ത് അടിച്ചെടുത്തിട്ട് ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക, ഫിനിഷ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിന് ബാക്കപ്പ് എടുക്കുന്നില്ല, കാരണം ഞാൻ ഈ സെർവർ മറ്റുള്ള സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് കണക്റ്റ് ആക്കിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇത്ര ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് അടിക്കുക, ഫിനിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുക, സെർവറിനെ ബാക്കപ്പ് ചെയ്യുക, ആ ബാക്കപ്പ് ചെയ്യുന്ന ഷെഡ്യൂൾഡ് ബാക്കപ്പ് എങ്ങനെ, വൺസ് ബാക്കപ്പ് എങ്ങനെ, ഈ 2 ഓപ്ഷൻസും നമ്മൾ നോക്കിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.